നമ്മുടെ നാട്ടിൽ ഏറ്റവും വർഗീയത പറയുന്നത് ആരാണ്? ഒരു സംശയവും വേണ്ട. അത് വെള്ളാപ്പള്ളി സാർ തന്നെയാണ്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പലപ്പോഴും നമ്മുടെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ, ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്കെതിരെ നിരന്തരം വിദ്വേഷ പ്രചരണം നടത്തുന്ന ഒരാളാണ്. ശ്രീ പിണറായി വിജയന്റെ നാവായി നിന്ന് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ശ്രമിച്ച വ്യക്തി കൂടിയാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. ഇന്നലെ ശ്രീ വെള്ളാപ്പള്ളി പങ്കെടുക്കുന്ന കേരള കൗമുദിയുടെ പരിപാടി ശ്രീ രമേശ് ചെന്നിത്തലയും ശ്രീ എം ലിജുവും അത് ഉപേക്ഷിച്ചു എന്നും അത് കാരണം ആ പരിപാടി റദ്ദാക്കി എന്നുമാണ് വാർത്തകൾ വരുന്നത്. നമുക്ക് ആദ്യം ആ വാർത്തയൊന്ന് കാണാം. എന്നിട്ട് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ആ രീതിയിലുള്ള വർഗീയതയെ ഡീൽ ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് അത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എന്നും കൂടെ നോക്കാം. പ്രമുഖ മാധ്യമങ്ങളെല്ലാം അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശനൊപ്പം മന്ത്രിമാരായ രമേശ് ചെന്നിത്തലയും എം ലിജുവും വേദി പങ്കിടില്ല. മന്ത്രിമാർ അസൗകര്യം അറിയിച്ചതിനെ തുടർന്ന് പരിപാടി ഒഴിവാക്കിയെന്ന് സംഘടനകൾ. വിശാല KPCC യോഗം നടക്കുന്നതിനാൽ എത്താൻ താമസിക്കുമെന്നാണ് മന്ത്രിമാരുടെ വിശദീകരണം. വിവാദമായതോടെയാണ് അസൗകര്യം അറിയിച്ചത് എന്നാണ് സൂചന. മനീഷ് മഹിവാൽ വിവരങ്ങളുമായി ചേരുകയാണ്. മനീഷ്, വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുമായിരുന്നു ഇന്നത്തെ വേദി പങ്കിടൽ. ഏതായാലും എം ലിജുവും രമേശ് ചെന്നിത്തലയും പിൻവാങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മധു, കേരള കൗമുദിയുടെ 125ാം വാർഷിക യോഗത്തിലേക്കായിരുന്നു മന്ത്രിമാരായിട്ടുള്ള എം ലിജുവും രമേശ് ചെന്നിത്തലയും ക്ഷണമുണ്ടായിരുന്നു. ഇന്ന് രാവിലെ തന്നെ അവർ വരുമെന്നുള്ള കാര്യം അവസാന നിമിഷവും സംഘാടകരെ അറിയിച്ചതാണ്. ഇപ്പോഴിതാ പക്ഷേ വെള്ളാപ്പള്ളിയുമായി വേദി പങ്കിടുന്നത് വലിയ രീതിയിൽ വിവാദമാകുന്ന പശ്ചാത്തലത്തിലാണ് രണ്ടുപേരും ഇപ്പോഴിതാ അസൗകര്യം അറിയിച്ചതെന്നാണ് നമുക്ക് അറിയുന്ന വിവരം. ഇന്ന് വൈകിട്ട് 4 മണിക്ക് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന വന്ദേ ഭാരത് ട്രെയിനിൽ എം ലിജുവും രമേശ് ചെന്നിത്തലയും ടിക്കറ്റ് എടുത്തിരുന്നു. ഇവരുടെ സ്റ്റാഫുകൾ ടിക്കറ്റ് എടുത്തിരുന്നു. ആലപ്പുഴയിലേക്ക് എത്താൻ ടിക്കറ്റ് എടുത്തിരുന്നു. 6:10 ആലപ്പുഴയിലെ പരിപാടിയിൽ എത്താമെന്ന് ഇന്ന് രാവിലെ കൂടി അറിയിച്ചതാണ്. പക്ഷേ ഈ വേദി പങ്കിടുന്ന വിവരം രമേശ് ചെന്നിത്തലയും എം ലിജുവും വെള്ളാപ്പള്ളി നടേശനൊപ്പം വേദി പങ്കിടുന്ന വിവരം അല്ലെങ്കിൽ ആ വാർത്ത പുറത്തത് വന്നതിന്റെ പശ്ചാത്തലത്തിൽ, വിവാദമായതിന്റെ പശ്ചാത്തലത്തിൽ ഇവർ മാറി നിന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഇപ്പോഴത്തെ പരിപാടി മുഴുവനായി മാറ്റിവെക്കുന്നു. അതായത് ഇവർ രണ്ടുപേരും പങ്കെടുക്കുന്നത് കൊണ്ട് ആ ചടങ്ങ് തന്നെ മാറ്റിവെക്കുന്നു എന്നാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളത്. പുതുക്കിയ തീയതി എപ്പോഴെന്നുള്ള കാര്യത്തിലും സംഘാടകർ തീരുമാനം അറിയിച്ചിട്ടില്ല. കാരണം ആ പരിപാടി റദ്ദാക്കി എന്നുള്ളത് രണ്ടു മൂന്ന് കാര്യങ്ങളാണ്. എങ്ങനെയാണ് വെള്ളാപ്പള്ളി സാർ യഥാർത്ഥത്തിൽ ഞാൻ മുമ്പ് പല വീഡിയോകളും ചെയ്തു. വെള്ളാപ്പള്ളി സാർ വർഗീയ വിദ്വേഷ പരാമർശങ്ങൾക്കെതിരെ സ്ഥിരം വീഡിയോ എന്നൊരു വ്യക്തിയാണ്. യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ സാർ ഈ ഹിന്ദു കൺസോൾട്ടേഷന് വേണ്ടി ഒരു അപരത്വം ഉണ്ടാക്കാൻ നോക്കുകയാണ്, ഇല്ലാത്ത ശത്രുവിനെ ഉണ്ടാക്കാൻ നോക്കുകയാണ്. അതാണ് ചെന്ന് പറയുന്നത് മലപ്പുറത്ത് ശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ. അതൊക്കെ കള്ളമാണെന്ന് എല്ലാവർക്കും അറിയാം. പറയുന്ന വെള്ളാപ്പള്ളി സാറിനും അറിയാം, കേൾക്കുന്ന നമുക്കും അറിയാം, അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് കൈയടിക്കുന്നവർക്കും അറിയാം അത് കള്ളം പറയുകയാണ്. അതൊരു ആഴമേറിയ പ്രശ്നമാണ്. അത് എങ്ങനെ ഡീൽ ചെയ്യണമെന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ്. കാര്യം കേരളത്തിൽ 4 പ്രമുഖ പ്രബല സമുദായങ്ങളാണ് ഉള്ളത്, അല്ലെങ്കിൽ 4 പ്രധാന വോട്ടിംഗ് ബ്ലോക്കുകളാണുള്ളത്. സമുദായങ്ങൾ, എല്ലാ സമുദായങ്ങളും ഒരേപോലെ പ്രമുഖമാണ്. ആ 4 എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ നായർ ആദി മുന്നോക്ക സമുദായങ്ങളാണ്, ഏകദേശം ഒരു 15%. 2 ഈഴവാദി പിന്നോക്ക സമുദായങ്ങളാണ്, അല്ലെങ്കിൽ പിന്നാക്ക സമുദായങ്ങളാണ്. അങ്ങനെയാണ് മനോരമയൊക്കെ പ്രയോഗിക്കുന്നൊരു പ്രയോഗം. പിന്നോക്കമല്ല, പിന്നാക്കമാണ് എന്നുള്ളത്. ഏകദേശം 25%, 22 മുതൽ 27 വരെ ശതമാനം പറയുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ, നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ, ഇതാണ് കേരളത്തിലെ വ്യത്യസ്ത സമുദായങ്ങൾ. അതിൽ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിന്റെ അല്ലെങ്കിൽ SNDPയുടെ, അതായത് ലോകഗുരുവായ വിശ്വഗുരുവായ ശ്രീനാരായണ ഗുരുദേവൻ വിഭാവനം ചെയ്ത് കുമാരനാശാൻ അടക്കമുള്ള മഹാന്മാരിരുന്ന ഒരു കസേരയിലാണ് വെള്ളാപ്പള്ളി നടേശൻ സാർ, അല്ലെങ്കിൽ ആ ഒരു പൈതൃകത്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. പക്ഷെ അദ്ദേഹത്തിൽ നിന്നും നമ്മൾ കേൾക്കുന്നത് പലപ്പോഴും ഒരിക്കലും സ്വീകരിക്കാൻ കഴിയാത്ത, അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത വിദ്വേഷ പരാമർശങ്ങളാണ്, ഹെയ്റ്റ് പൊളിറ്റിക്സിന്റെ ഭാഗമായി വരുന്ന കാര്യങ്ങളാണ്. അത് തെറ്റ് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതൊന്നും ഇദ്ദേഹം മീൻ ചെയ്ത് പറയുന്നതല്ല. ഇത് പറയുമ്പോൾ പലപ്പോഴും വെള്ളാപ്പള്ളി സാറിനെ ഞാൻ വെള്ളപൂശാൻ ശ്രമിക്കാന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട്. വെള്ളാപ്പള്ളി സാറിനെ അറിയുന്നതുകൊണ്ടാണ് പറയുന്നത്. വെള്ളാപ്പള്ളി സാർ ഇത് പറയുന്നത് യഥാർത്ഥത്തിൽ ഹിന്ദു സമൂഹത്തിന്റെ ആത്മീയവും രാഷ്ട്രീയപരവുമായ ഒരു പ്രശ്നമാണ്. അതായത് എപ്പോഴും ഒരു ശത്രു അപ്പുറത്ത് ആവശ്യമാണ്. വിഘടിച്ച് കിടക്കുന്ന നായരെ, ഈഴവനെ, പുലയനെ, നമ്പൂതിരിയെ, അല്ലെങ്കിൽ വെള്ളാളനെ, ക്ഷത്രിയനെ, അമ്പലവാസി, ആദിവാസി അടക്കമുള്ള വ്യത്യസ്ത വിഭാഗങ്ങളെ കൺസോളിഡേറ്റ് ചെയ്യാൻ, മൊബിലൈസ് ചെയ്യാൻ, ഒരുമിപ്പിക്കാൻ ഇല്ലാത്തൊരു ശത്രുവിനെ ഉണ്ടാക്കി ആ ശത്രുവിന്റെ പുറത്ത് കള്ളങ്ങൾ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. അതൊരു വളരെ സീരിയസ് ആയ ഇഷ്യൂ ആണ് എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ശ്രീനാരായണ ഗുരുദേവന്റെ പാതയിലാണ് പോകുന്നത്. അല്ലെങ്കിൽ മതം ഏതായാലും മനുഷ്യൻ നന്നായ മതി എന്നുള്ള ദർശനമാണ്. രമേശ് ചെന്നിത്തല ചീഫ്, ശ്രീ എം ലിജു പോലുള്ള നേതാക്കൾ ആ പരിപാടി ഉപേക്ഷിച്ചതോ അല്ലെങ്കിൽ റദ്ദാക്കിയതോ അതിന്റെ പിന്നിൽ ഒരുപക്ഷെ വിവാദങ്ങൾ ഉണ്ടാകും എന്നുകൂടി കരുതിയിട്ടായിരിക്കാം. ശ്രീമതി ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളി നടേശൻ സാറിനെ കാണാൻ പോയപ്പോൾ അതൊരു വലിയ ഇഷ്യൂ ആയി മാറുകയുണ്ടായി, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകളും വിവാദങ്ങളും വന്നു. ശ്രീമതി ബിന്ദു കൃഷ്ണയൊക്കെ എല്ലാ സമൂഹത്തിലേക്കും പോകുന്നതാണ്. അവര് ക്രിസ്ത്യൻ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നതിന്റെ ചിത്രങ്ങളൊക്കെ അവർ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാ സമുദായങ്ങളിലേക്കും റീച്ച് ഔട്ട് ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് എല്ലാവരിലേക്കും റീച്ച് ഔട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്.
പക്ഷെ ഒരുപക്ഷെ വെള്ളാപ്പള്ളി സാറും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ തിരിച്ചറിയേണ്ട കാര്യം എക്സ്ട്രീം വർഗീയതയാണ് അദ്ദേഹം പറയുന്നത്, വിദ്വേഷ രാഷ്ട്രീയമാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തെ അപമാനിക്കുന്നതൊന്നും ശരിയാണെന്ന് ആർക്കും അഭിപ്രായം, പക്ഷെ അത് പറയുമ്പോൾ തന്നെ എക്സ്ട്രീം ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകൾ, അദ്ദേഹത്തിന് ഒന്നെങ്കിൽ CPM വീണ്ടും ഭരിക്കണം അല്ലെങ്കിൽ BJP വരണം, ഈ നിലപാട് ഉള്ള വ്യക്തിയാണ്. അതായത് ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളോട് അദ്ദേഹത്തിന് ഇന്നും ഒരു ശത്രുതാ മനോഭാവമോ എതിർ മനോഭാവമോ ഒക്കെ ഉള്ളത് ഒരു വലിയ ഇഷ്യൂ ആണ്. അപ്പോൾ SNDP പോലൊരു മഹാപ്രസ്ഥാനത്തിന്റെ അമരത്തിരിക്കുമ്പോൾ അദ്ദേഹം കുറെ കൂടെ റെസ്പോൺസിബിലിറ്റിയും മോഡറേഷനും ബഹുസ്വരതയൊക്കെ ഉയർത്തിപ്പിടിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവൻ അടക്കമുള്ള ആൾക്കാർ, ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ അടക്കമുള്ള NSSന്റെ സ്ഥാപകനായ മന്നത്ത് പത്മനാഭൻ അവർകൾ അടക്കമുള്ള ആൾക്കാർ ആ ഒരു ബഹുസ്വരതയുടെ പാതയാണ് പിന്തുടരുന്നത്. എന്തായാലും വെള്ളാപ്പള്ളിക്കൊപ്പം വേദി പങ്കിടില്ല എന്ന് പറഞ്ഞ് മന്ത്രിമാർ നിലപാടെടുത്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അത് എങ്ങനെ ഇവോൾവ് ചെയ്യുമെന്ന് കണ്ടു തന്നെ അറിയാം.